ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് സർക്കിളിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ്. ഈ സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻ പോയിന്റിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 90 ആയിരിക്കും. കാരണം ഔട്ട്സൈഡ് സർക്കിൾ വന്ന എപ്പോഴും ആംഗിൾ മെഷർമെന്റ് എന്തായിരിക്കും? ലെസ് ദാൻ 90 ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ സി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ സി ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രിയേക്കാൾ എപ്പോഴും കുറവായിരിക്കും. ഇനി ഇതേ എൻ പോയിന്റിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഈ ആംഗിൾ സി എന്ന് പറയുന്നത് സർക്കിളിൽ തന്നെ ഓൺ ദ സർക്കിൾ ആണെങ്കിൽ ദെയർഫോർ ആംഗിൾ സി ഈക്വൽ ടു 90 ഡിഗ്രി വരും. ഈ ഡയമീറ്ററിന്റെ എൻ പോയിന്റിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന ഈ ട്രയാങ്കിളിനകത്ത് ആംഗിൾ സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഇൻസൈഡ് സർക്കിൾ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 90, ദെൻ ആംഗിൾ സി 90 ഡിഗ്രി. 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദ സർക്കിൾ. ഇപ്പൊ 90യേക്കാൾ കുറവാണെങ്കിൽ ഇത് എവിടെ ആയിരിക്കും മക്കളെ? ഔട്ട്സൈഡ് സർക്കിൾ ആയിരിക്കും. കണ്ട പുറത്താണ് കിടക്കുന്നത്, സർക്കിളിന്റെ പുറത്താണ് കിടക്കുന്നത്. ഇനി ആംഗിൾ സി 90 ഡിഗ്രി ആണെങ്കിൽ അത് ഓൺ ദ സർക്കിൾ ആയിരിക്കും. ഓൺ ദ സർക്കിൾ ആയിരിക്കും. ഇനി ആംഗിൾ സി എന്ന് പറയുന്നത് ഈ സർക്കിളിനകത്താ കിടക്കണമെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻസൈഡ് സർക്കിൾ എന്ന് പറയും. ഇൻസൈഡ് സർക്കിൾ എന്ന് പറയും.